അപ്പോൾ LDC 2024 രണ്ടാമത്തെ ക്ലാസ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഒറ്റപ്പദമാണല്ലേ നോക്കിയത്. അപ്പോൾ ഒറ്റപ്പദത്തിൻ്റെ അവസാന പാട്ടാണിത്. നമുക്ക് നോക്കാം. നമ്മൾ ഇതുവരെ നോക്കിയത് ഇത്രയുമാണ് നമ്മൾ നോക്കിയത്. അവസാനം നോക്കിയത് കാണാൻ ആഗ്രഹിക്കുന്നവൻ ദിദൃക്ഷു എന്നാണല്ലേ. അപ്പോൾ അടുത്ത് നോക്കാം. അടുത്തത് ദൂതൻ്റെ പ്രവൃത്തി. ദൂതൻ്റെ പ്രവൃത്തി എന്താണ്? ദൗത്യമാണ്. ദൂതൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ദൗത്യം. ദൂതൻ ദൗത്യം. അടുത്തത് അളന്നു കുറിച്ച് സംസാരിക്കുന്നത് എന്താണ്? മിതഭാഷയാണ് അല്ലേ. മിതമായി സംസാരിക്കുന്നവൻ മിതഭാഷി. അളന്നു കുറിച്ച് സംസാരിക്കുന്നത് മിതഭാഷി അല്ലെങ്കിൽ വാഗ്മി എന്നും പറയാം. അടുത്തത് ഒരുപാട് സംസാരിക്കുന്ന ആൾ എന്ത് പറയും? വാചാലൻ അല്ലേ. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് വാചാലനായി എന്ന് പറഞ്ഞാൽ എന്താ? ആ കാര്യത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു എന്നാണല്ലോ അല്ലേ. അടുത്തത് ശ്രദ്ധയുള്ളവൻ ശ്രദ്ധാലു. വിഷാദമുള്ളവൻ വിഷണ്ണൻ. ഓർത്ത് വയ്ക്കുക, വിഷണ്ണൻ. പറയാനുള്ള ആഗ്രഹം എന്താണ്? വിവക്ഷ. നമുക്ക് നോക്കാം, ഈ ആഗ്രഹങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ മുന്നേ ഇതൊന്ന് നോക്കിക്കേ. ദൂതൻ്റെ പ്രവൃത്തി ദൗത്യം, അളന്നു കുറിച്ച് സംസാരിക്കുന്നത് മിതഭാഷി, ഒരുപാട് സംസാരിക്കുന്ന ആൾ വാചാലൻ, ശ്രദ്ധയുള്ളവൻ ശ്രദ്ധാലു, വിഷാദമുള്ളവൻ വിഷണ്ണൻ അല്ലേ. അപ്പോൾ നമുക്കിനി കുറച്ച് ആഗ്രഹങ്ങൾ നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ആഗ്രഹിക്കുന്ന ആൾ. ഒരു കാര്യത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആളെ എന്ത് പറയും എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്താണ്? പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപഠിഷു. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപാസു. എന്താണ്? പിപാസു. ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപാസു. പറയാൻ ആഗ്രഹിക്കുന്ന ആളോ? വിവക്ഷു. എന്താണ്? വിവക്ഷു. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ബുഭുക്ഷു. എന്താണ്? ബുഭുക്ഷു. ഭക്ഷണം ഭുക്ഷു അല്ലേ. ഭുക്ഷു എന്ന് ഓർത്ത് വയ്ക്കുക. മോക്ഷം ആഗ്രഹിക്കുന്നയാളാരാണ്? മുമുക്ഷു. എന്താണ്? മുമുക്ഷു. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം പഠിച്ചു. ബുഭുക്ഷു എന്താണ്? ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ. മോക്ഷം ആഗ്രഹിക്കുന്നയാൾ മുക്ഷു അല്ലേ. മോക്ഷം മുക്ഷു. മുമുക്ഷു. അടുത്തത് ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്താണ്? ജിഗീഷു. ഓർത്ത് വയ്ക്കുക, ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ജിഗീഷു. അടുത്തത് കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദിദൃക്ഷു. എന്താണ്? ദിദൃക്ഷു. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദൃഷ്ടിയുമായി യോജിപ്പിക്കുക അല്ലേ. കാണാൻ, ദൃഷ്ടി, ദിദൃക്ഷു. അടുത്തത് ഹനിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്താണ്? ഹനിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ഒരാളെ കൊല്ലാനോ അല്ലെങ്കിൽ അപായപ്പെടുത്താനോ ആഗ്രഹിക്കുന്നയാളാണ് ജിംഗാസു. എന്താണ്? ജിംഗാസു. എങ്ങനെ ആലോചിക്കാം? നമുക്കിപ്പോൾ ഒരാളെ ഇടിച്ചിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ജിമ്മിൽ പോയി കുറച്ച് ബോഡിയൊക്കെ വരുത്തിയിട്ട് ഇടിക്കാൻ പോകും അല്ലേ. അപ്പോൾ ജിംഗാസു. ഓർത്ത് വയ്ക്കുക. ഹനിക്കാൻ അല്ലെങ്കിൽ ഇടിക്കാൻ അല്ലെങ്കിൽ കൊലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നയാൾ ജിംഗാസു. അറിയാൻ ആഗ്രഹിക്കുന്നയാൾ എന്താണ്? ജിജ്ഞാസു അല്ലേ. ജിജ്ഞാസ തോന്നിയെന്ന് പറയില്ലേ. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. അപ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്നയാൾ ജിജ്ഞാസു. അടുത്തത് അവസാനത്തേതും ഗമിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ജിഗമിഷു. എന്താണ്? ജിഗമിഷു. ഗമിക്കുക, ജിഗമിഷു. ഇവിടെ ഓരോ ആഗ്രഹത്തിൻ്റെയും ആ വേർഡിൽ തന്നെ ഉണ്ടല്ലേ. പഠിക്കാൻ പിപഠിഷു, ഭക്ഷിക്കാൻ ബുഭുക്ഷു, മോക്ഷം മുമുക്ഷു, ദൃഷ്ടി കാണാൻ ദിദൃക്ഷു, അറിയാൻ നമുക്കറിയാം ജിജ്ഞാസു, ഗമിക്കാൻ ജിഗമിഷു അല്ലേ. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. എന്താണ്? കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപാസു, പറയാൻ ആഗ്രഹിക്കുന്നയാൾ വിവക്ഷു, ദെൻ ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ജിഗീഷു അല്ലേ. അറിയാൻ ആഗ്രഹിക്കുന്നയാൾ ജിജ്ഞാസു. ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. ഈ ആഗ്രഹിക്കുന്നയാൾ എന്നുള്ള ഒരു പാട്ടിൽ നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ തന്നെ ഇത് തന്നെ നമുക്ക് വേറൊരു രീതിയിൽ ചോദിക്കാം. എങ്ങനെയാണ്? പഠിക്കാനുള്ള ആഗ്രഹം എന്താണ്? നമ്മൾ ഈ ഒരു സൗണ്ട് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആഗ്രഹം കിട്ടും. അതായത് പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപഠിഷു. അപ്പോൾ പഠിക്കാനുള്ള ആഗ്രഹം പിപഠിഷ. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപാസു ആണെങ്കിൽ ആഗ്രഹം എന്താണ്? പിപാസ. പറയാൻ ആഗ്രഹിക്കുന്നയാൾ വിവക്ഷു ആണെങ്കിൽ പറയാനുള്ള ആഗ്രഹം വിവക്ഷ. അപ്പോൾ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ബുഭുക്ഷു ആണെങ്കിൽ എന്താണ്? ഭക്ഷിക്കാനുള്ള ആഗ്രഹം ബുഭുക്ഷ. അടുത്തത് മോക്ഷം ആഗ്രഹിക്കുന്നയാൾ മുമുക്ഷു. അപ്പോൾ ആഗ്രഹം, മോക്ഷത്തോടുള്ള ആഗ്രഹം എന്താണ്? മുമുക്ഷ. അങ്ങനെ ഓരോന്നിൻ്റെയും ശബ്ദം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആഗ്രഹം കിട്ടുമല്ലേ. അപ്പോൾ ഓർത്ത് വയ്ക്കുക. എന്താണ്? കാണാനുള്ള ആഗ്രഹം ദിദൃക്ഷ, ഹനിക്കാനുള്ള ആഗ്രഹം ജിംഗാസ, അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ, ഗമിക്കാനുള്ള ആഗ്രഹം ജിഗമിഷ അല്ലേ. അപ്പോൾ അത് എക്സ്ട്രാ എടുത്ത് പറയുന്നില്ല, ഇവിടെ തന്നെ ഓർത്ത് വയ്ക്കുക. അടുത്തത് നോക്കാം. അടുത്തത് പറയുന്ന അല്ലെങ്കിൽ അയക്കുന്ന ആൾ
എന്ത് പറയാം? വക്താവ്. പറയുന്ന ആൾ എന്ന് പറയുന്നത് വക്താവാണ് അല്ലേ. നമുക്ക് ഓരോ രാജ്യത്തിൻ്റെയും വക്താവ് അല്ലെങ്കിൽ ഒരാളുടെ വക്താവ് എന്ന് കേട്ടല്ലേ, അയാൾക്ക് വേണ്ടി പറയുന്ന ആൾ അല്ലേ, അല്ലെങ്കിൽ ആ രാജ്യം അല്ലെങ്കിൽ അവർ അയക്കുന്ന ആൾ എന്താണ്? വക്താവ്. അടുത്തത് കാണുന്നയാൾ. കാണുന്ന ആൾ ആരാണ്? പ്രേക്ഷകനാണ് അല്ലേ. നമ്മളിപ്പോൾ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മളാണ് പ്രേക്ഷകൻ അല്ലേ. കാണുന്നയാൾ പ്രേക്ഷകൻ. ഇവിടെ പ്രേക്ഷകനുമുണ്ട് പ്രേക്ഷകനുമുണ്ട്, അതൊന്ന് ഓർത്ത് വയ്ക്കുക. പ്രേക്ഷകൻ എന്ന് പറയുന്നത് കാണുന്ന ആളാണ്. പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ സന്ദേശം അയക്കുന്നയാളാണ് അല്ലേ. സന്ദേശം അയക്കുന്നയാൾ പ്രേക്ഷകൻ. അടുത്തത് പ്രയോഗിക്കുന്നയാൾ. പ്രയോഗിക്കുന്നയാൾ ആരാണ്? പ്രയോക്താവ് അല്ലേ. ഉപയോഗിക്കുന്നയാൾ ഉപഭോക്താവ് എന്ന് പറയില്ലേ, അതുപോലെ പ്രയോഗിക്കുന്നയാൾ പ്രയോക്താവ്. അടുത്തത് അപേക്ഷിക്കുന്നയാൾ. അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക. കേൾക്കുന്ന ആൾ ആരാണ്? കേൾക്കുന്നയാൾ ശ്രോതാവാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ റേഡിയോയിലെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ കേൾക്കുന്ന ആൾ ശ്രോതാവ്. അടുത്തത് എളുപ്പത്തിൽ ചെയ്യാവുന്നത് സുകരം. എന്താണ്? എളുപ്പത്തിൽ ചെയ്യാവുന്നത് സുകരം. അടുത്തത് ഭർത്താവിൽ നിഷ്ഠയുള്ളവർ ആരാണ്? പതിവ്രത. ഭർത്താവിൽ നിഷ്ഠയുള്ളവൾ പതിവ്രത കേട്ടിട്ടുണ്ടായിരിക്കും. പിന്നീട് നമ്മൾ സന്ദേശം അയക്കുന്നയാൾ പറഞ്ഞു പ്രേക്ഷകനാണ് അല്ലേ. അടുത്ത് നോക്കാം. അടുത്തത് വിഭജിക്കാൻ കഴിയാത്തത് എന്താണ്? അവിഭാജ്യം. വിഭജിക്കാൻ കഴിയാത്തത് അവിഭാജ്യം അല്ലേ. അടുത്തത് ആശ നശിച്ചവൻ എന്താണ്? ഹതാശൻ. ആശയില്ല, ഹതാശൻ. അടുത്തത് എല്ലാം സഹിക്കുന്നവൾ എന്താണ്? സർവം സഹയ ഭൂമി ദേവി എന്നെല്ലാം കേട്ടല്ലേ. എല്ലാം സഹിക്കുന്നവൾ സർവം സഹ. രണ്ടെന്ന ഭാവം എന്താണ്? ദ്വൈത്വം. എന്ന് പറഞ്ഞാൽ രണ്ടാണല്ലോ, അപ്പോൾ രണ്ടെന്ന ഭാവം ദ്വൈത്വം. അഹംഭാവം എന്താണ്? ഞാനെന്ന ഭാവം അല്ലേ. അടുത്തത് ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ എന്താണ്? ആബാലവൃദ്ധം. ആബാലവൃദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ. അടുത്തത് ആ സേതു ഹിമാചലം എന്ന് പറഞ്ഞാൽ എന്താണ്? സേതു മുതൽ ഹിമാചലം വരെ അല്ലേ. നമുക്ക് ആ വേർഡിൽ നിന്ന് തന്നെ കിട്ടും. ആ എന്നുള്ളത് ഒഴിവാക്കി വെച്ചാൽ ആ ബാലവൃദ്ധം, ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ. ആ സേതു ഹിമാചലം, ആ മാറ്റി വെച്ചാൽ സേതു മുതൽ ഹിമാചലം വരെ. അടുത്തതോ ആപാദചൂടം. ഒന്ന് പറഞ്ഞു നോക്കിയേ. ആപാദചൂടം എന്ന് പറയുന്നത് ആ മാറ്റി വെച്ചാൽ പാദം മുതൽ ചൂടം വരെ. ചൂടം എന്ന് പറഞ്ഞാൽ ശിരസ്സാണ് അല്ലേ. അപ്പോൾ പാദം മുതൽ ശിരസ് വരെ. അടുത്തത് ആപാദമസ്തകം എന്ന് പറയുമ്പോൾ ആ മാറ്റി വയ്ക്കുന്നു പാദം മുതൽ മസ്തകം വരെ. പിന്നെ എന്താണ്? ചന്ദ്രതാരം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ മുതൽ ചന്ദ്രൻ വരെ എന്നല്ല. എന്താണ്? ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ളിടം വരെയാണ്. ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ളിടം വരെയാണ് ആ ചന്ദ്രതാരം. ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ളിടം വരെയാണ് ആ ചന്ദ്രതാരം. ഓക്കെ അല്ലേ. അടുത്ത് നോക്കാം. ദോഷം മാത്രം ദർശിക്കുന്നവൻ ആരാണ്? ദോഷം മാത്രം ദർശിക്കുന്നവൻ ദോഷൈക ദൃക്ക്. എന്താണ്? ദോഷൈക ദൃക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ദോഷൈക ദൃക്ക്, ദോഷം മാത്രം ദർശിക്കുന്നവൻ അല്ലേ. ഓർത്ത് വയ്ക്കാൻ. ദോഷം അല്ലേ, ദോഷൈക. ദൃക് സാക്ഷി എന്ന് പറയുമ്പോൾ എന്താണ്? ദൃക് സാക്ഷി എന്താണ്? കണ്ട ആളല്ലേ. അപ്പോൾ ദോഷം മാത്രം കാണുന്നയാൾ, ദർശിക്കുന്നയാൾ. ദോഷം മാത്രം കാണുന്നയാൾ എന്താണ്? ദോഷൈക ദൃക്. അടുത്തത് ശോകം ഇല്ലാത്തവൻ ആരാണ്? അശോകൻ എന്ന് പറയുന്നത് ശോകം ഇല്ലാത്തവൻ എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. അടുത്ത് നോക്കാം. 12 വർഷക്കാലം എന്താണ്? 12 വർഷക്കാലം എന്ന് പറയുന്നത് വ്യാഴവട്ടം അല്ലേ. ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് 12 വർഷക്കാലമാണ്. നമുക്ക് കുറച്ച് ഇയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൂടി പഠിക്കാം. 10 വർഷം എന്ന് പറയുന്നത് എന്താണ്? ദശകാലം. ദശാവതാരം എന്താണ്? 10 അവതാരങ്ങളല്ലേ. അപ്പോൾ ദശകം. 10 വർഷം ദശകം. 100 ശതകം. ഏകദേശം തിരിച്ചിട്ട് തന്നെ അല്ലേ. അതാ മാറ്റി കഴിഞ്ഞാൽ തിരിച്ചിട്ട് തന്നെയാണ് 100 വർഷം എന്ന് പറയുമ്പോൾ. ദശകം എന്നുള്ളത് ശതകം എന്നാകുന്നു. 1000 വർഷം എന്താണ്? സഹസ്രം. ഓക്കെ, 1000 സഹസ്രം. അതോടൊപ്പം 1-2 കാര്യങ്ങളോടും ചോദിച്ചോട്ടെ. നമുക്ക് ഈ 25 വർഷം തികയുമ്പോൾ നടത്തുന്ന ആഘോഷം ഏതാണ്? 25 വർഷം തികയുമ്പോൾ നടത്തുന്ന ആഘോഷമാണ് രജത ജൂബിലി അല്ലേ. അപ്പോൾ സുവർണ്ണ ജൂബിലി എന്ന് പറയുമ്പോൾ 50 വർഷം തികയുമ്പോൾ നടത്തുന്ന ആഘോഷം. പിന്നീട് 60 വർഷം തികയുമ്പോൾ എന്താണ്? വജ്ര ജൂബിലി അല്ലേ. വജ്ര ജൂബിലി 60 വർഷം. അടുത്തത് 75 വർഷം തികയുമ്പോൾ പ്ലാറ്റിനം ജൂബിലി. എന്താണ്? 75 വർഷം തികയുമ്പോൾ പ്ലാറ്റിനം ജൂബിലി അല്ലേ. വർഷം തോറും നടത്തുന്നത് എന്താണ്? വാർഷികമാണ് അല്ലേ, വാർഷികം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒറ്റപ്പദം എന്ന ഏരിയയിൽ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. ഒറ്റപ്പദത്തിൽ ഇത് മാത്രമല്ല, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എക്സ്ട്രാ ഉള്ള പോയിൻറ്റ്സ് നമുക്ക് PDF ആയിട്ട് ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തേക്കാം. അധികം വൈകാതെ തന്നെ നമുക്ക് ടെലിഗ്രാം ചാനലിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ ക്ലാസ്സിൻ്റെ 10 ക്വസ്റ്റ്യൻസ് പോളായിട്ട് ഞാൻ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിൻ്റെ മാർക്ക് കൂടി അവിടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം.
ഒപ്പം ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മലയാളവും കറൻറ്റ് അഫെയറും LDC 2024 എക്സാമിന് വേണ്ടിയിട്ടുള്ള മലയാളവും കറൻറ്റ് അഫെയറുമാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒറ്റപ്പദം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ, 1-2 ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാമോ? ചോദിച്ചോട്ടെ. ലോകത്തെ സംബന്ധിച്ചത് എന്താണ്? ലോകത്തെ സംബന്ധിച്ചത് ഒന്ന് കമൻറ്റ് ചെയ്തേ. ലോകത്തെ സംബന്ധിച്ചത് എന്താണ്? ലൗകികം ആണല്ലേ, ലൗകികം. ഓക്കെയാണ്. അടുത്ത് ഈ ഒരു സെഷനിൽ പഠിച്ചത് തന്നെ കുടിക്കാനുള്ള ആഗ്രഹം എന്താണ്? കുടിക്കാനുള്ള ആഗ്രഹം പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ. കുടിക്കാനുള്ള ആഗ്രഹം പിപാസ അല്ലേ, കുടിക്കാൻ ആഗ്രഹിക്കുന്നയാളാരാണ്? പിപാസു. ഓക്കെ, അടുത്ത് ചോദിച്ചോട്ടെ. ദ്രുപദൻ്റെ പുത്രി ആരാണ്? ദ്രുപദൻ്റെ പുത്രി പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ. ദ്രുപദൻ്റെ പുത്രി 2 ഓപ്ഷൻ തരാം. ദ്രൗണിയാണോ ദ്രൗപദിയാണോ? ദ്രുപദൻ്റെ പുത്രി, ദ്രുപദൻ അല്ലേ, ദ്രൗപദിയാണ് അല്ലേ, ദ്രൗപദി. ഓക്കെ അല്ലേ? അവസാനമായിട്ട് ചെറിയൊരു ചോദ്യം കൂടി എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യമാണ്. എന്താണ്? തിഥി നോക്കാതെ വരുന്നവൻ. നിങ്ങളുടെ ആൻസർ കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം.